യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. എങ്ങനെ അമ്പരന്ന് നോക്കുന്നേ? സത്യനും ഇനി അധികം ബുദ്ധിമുട്ടുണ്ടാവില്ല. മനീഷയ്ക്ക് എങ്ങോട്ടെങ്കിലും പോണെങ്കിൽ ഞാനിവിടെ ഉണ്ടല്ലോ. ചീരു, എന്തുപറ്റി ചീരു? നീ എന്താ ഇവിടെ? സത്യേട്ടാ, ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോയിരുന്നു സത്യേട്ടാ. ഓട്ടോ കംപ്ലൈന്റ് ആയി, വേറെ വണ്ടിയൊന്നും നിർത്തുന്നില്ല. സത്യേട്ടൻ എവിടെ പോവാ? ഞാനും ഹോസ്പിറ്റലിലേക്കാ ചീരു. നീ ഇവിടെ നിന്നോ, ഞാൻ പോയി ഓട്ടോ സ്റ്റാൻഡിൽ നിന്ന് ഒരു ഓട്ടോ വിളിച്ചിങ്ങോട്ട് വിടാം. അതെന്തിനാ സത്യേട്ടാ? സത്യേട്ടാ ഹോസ്പിറ്റലിലേക്കല്ലേ, ഞാനും കൂടി വരാം. അത് വേണ്ട ചീരു, വിനയനറിഞ്ഞാൽ കുഴപ്പമാവും. എന്തു കുഴപ്പം? നമ്മൾ ഹോസ്പിറ്റലിലേക്കല്ലേ പോകുന്നേ, അല്ലാതെ സിനിമാ തിയേറ്ററിലേക്കൊന്നും അല്ലല്ലോ. ഇതിന്റെ പേരിൽ ഇനി ആകാശം ഇടിഞ്ഞ് വീഴുന്നെങ്കിൽ വീഴട്ടെ. സത്യേട്ടൻ വണ്ടി എടുക്കും. ഹലോ സത്യേട്ടാ. ചീരു, നീ വീട്ടിലാണോ? അതെ. സത്യേട്ടൻ എന്താ ഈ സമയത്ത് വിളിച്ചത്? അല്ല, സംസാരിക്കാൻ പറ്റുന്ന സാഹചര്യത്തിലാണോ ചീരു? പറഞ്ഞോളൂ. വിനയേട്ടന്റെ ഭാഗത്തു നിന്നും പിന്നീട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? ഏയ്, അവൻ ഹോസ്പിറ്റലിൽ കിടന്നുകൊണ്ട് എന്നെ ഇപ്പൊ എന്ത് ചെയ്യാനാ? ഞാൻ കാരണം ഇപ്പൊ ചീരു ഒരുപാട് ബുദ്ധിമുട്ടുന്നത്. അതെന്റെ തലയിലെഴുത്ത്, ഞാൻ സഹിച്ചോളാം. ഞാനൊരു കല്യാണം കഴിച്ച വിനയൻ എന്നെ സംശയിക്കില്ലെന്ന് നീ പണ്ട് ഉപദേശിച്ചതുപോലെ ഈ വിഷയം അറിഞ്ഞപ്പോ മനീഷ എന്നെ ഉപദേശിച്ചു. വീണ്ടും അവളെ തന്നെ കല്യാണം കഴിക്കാനാണോ ഉപദേശിച്ചത്? ഏയ്, അവളെ സഞ്ജുനെ ഞാൻ ഒരുമിപ്പിച്ചല്ലോ. അപ്പോ മനീഷ പറഞ്ഞ എന്നാ പ്രതിഭയെ കല്യാണം കഴിക്കാനാ. പ്രതിഭ? പ്രതിഭ നല്ല കുട്ടിയല്ലേ? സത്യേട്ടന്റെ വീട്ടുകാർക്ക് അവളെ ഇഷ്ടമായിരിക്കുമല്ലോ. നിനക്ക് വേണ്ടി ഞാനും അവളെ ഇഷ്ടപ്പെടാന്ന് വെച്ചതാ. പക്ഷേ ഞാൻ അവളെ പ്രപ്പോസ് ചെയ്യാൻ വേണ്ടി ചെല്ലുമ്പോൾ അവളുടെ എൻഗേജ്മെന്റ് ആയിരുന്നു. ഇപ്പൊ സത്യത്തിൽ ഞാനൊരു വല്ലാത്ത ധർമ്മസങ്കടത്തിലാ ചീരു. ഞാൻ അവിവാഹിതനായി കഴിയുന്നിടത്തോളം നിനക്ക് നിന്റെ ഭർത്താവിന്റെ കൂടെ സ്വൈരമായിട്ട് ജീവിക്കാൻ കഴിയില്ല. ഏയ്, ഞാൻ അങ്ങനെയൊന്നും വിചാരിക്കുന്നില്ല. സത്യേട്ടൻ കല്യാണം കഴിച്ച എന്റെ ഭർത്താവ് എന്നെ സംശയിക്കാൻ മറ്റൊരു കാരണം കണ്ടെത്തും. എന്നോ ഒരു കാലത്ത് ഞാൻ സത്യേട്ടനെ സ്നേഹിച്ചു എന്നുള്ളതാ. അയാൾക്ക് എന്നോടുള്ള ഈ പക അതൊരിക്കലും മാറാനും പോകുന്നില്ല. എന്നെ സ്നേഹിച്ചു പോയതിന് നീ ജീവിതകാലം മുഴുവൻ ഇങ്ങനെ പീഡനം അനുഭവിക്കണോ ചീരു? ഞാനൊരു കാര്യം ചോദിക്കട്ടെ? അത് തെറ്റാണെന്നറിയാം. പക്ഷെ ചെയ്യുന്ന ശരികളൊക്കെ പിഴയ്ക്കുമ്പോൾ ചില തെറ്റുകൾ ഒരു തുണയാവും. അതുപോലൊരു രക്ഷപ്പെടലിനെ കുറിച്ചാണ് ഞാനിപ്പോൾ ആലോചിക്കുന്നത്. മനസ്സിലായില്ല. ഒരുപാട് ആഗ്രഹിച്ചിട്ടും
ഒരുമിക്കാൻ കഴിയാതെ പോയവരാ നമ്മൾ രണ്ടുപേരും. എന്നാൽ അതിന്റെ പേരിൽ നമ്മൾ അനുഭവിക്കാത്ത അപമാനമില്ല. എന്തിനാ നമ്മൾ ഇങ്ങനെയൊക്കെ സഹിക്കുന്നത്? എല്ലാ പ്രതിബന്ധങ്ങളും തട്ടിയെറിഞ്ഞ് ചീരുണിയും കുഞ്ഞുങ്ങളെയും ഞാൻ സംരക്ഷിച്ചോളാം. വിനയനുമായുള്ള ബന്ധം ഉപേക്ഷിച്ച് നീ എന്റെ കൂടെ വരാൻ തയ്യാറാണോ? ചിരു, തെറ്റാണെങ്കിൽ എന്നോട് ക്ഷമിക്കണം. എനിക്ക് വേണ്ടിയല്ല. ഒരിക്കലെങ്കിലും ഇങ്ങനൊരു വാക്ക് ഞാൻ തരണമെന്ന് എനിക്ക് തോന്നി. സത്യേട്ടൻ ശരിക്കും ആണത്തം കാണിച്ചത് ഇപ്പോഴാ. പണ്ടും എന്നെ വീട്ടിൽ വന്ന് വിളിച്ചിരുന്നു. പക്ഷെ അപ്പോഴും സത്യേട്ടന് അമ്മയെ പേടിയായിരുന്നു. ഇപ്പൊ ആ പേടിയില്ലെന്ന് ആ സ്വരം കേട്ട എനിക്കറിയാം. പക്ഷെ ഞാൻ വരില്ല സത്യേട്ട. ഓ, അപ്പൊ അവനിവളെ കൂടെ ചെല്ലാൻ വിളിച്ചിരിക്കുക. എന്റെ തലയിൽ എഴുതി വെച്ച ജീവിതം ഞാനിപ്പോ ജീവിക്കുന്നത്. ആ തലവരെ മാറ്റാൻ ദൈവത്തിന് പോലും കഴിയില്ല. എന്നെ അത്രയ്ക്ക് വിശ്വാസമില്ലാത്തതുകൊണ്ടാണോ ചേരു? ഹേ, ഒരിക്കലും അല്ല. സത്യേട്ടൻ എന്ത് ത്യാഗം എനിക്ക് വേണ്ടി സഹിക്കുമെന്നറിയാം. പക്ഷെ ആഴക്കടലിലേക്ക് മുങ്ങി താഴാൻ പോകുമ്പോ സത്യേട്ടനെ കൂടി അതിലേക്ക് വലിച്ചഴക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. സത്യേട്ടൻ ആ ചിന്ത മനസ്സിൽ നിന്ന് മായ്ച്ചു കളഞ്ഞേക്ക്. ഞാൻ ഫോൺ വെക്കാം. ഹൃദയത്തിൻ മൗനം, തകരുന്ന നെഞ്ചുമായി പിടയുന്ന മൗനം, ഹൃദയത്തിൻ സ്പന്ദനം അറിയുന്ന വേളയിൽ ഇതളൂർന്നു വീഴുന്നു നിൻ പുഞ്ചിരി, ഇടറുന്ന നെഞ്ചുമായി അകലേക്ക് മായുന്നു നിൻ പുഞ്ചിരി. ഹൃദയത്തിൻ സ്പന്ദനം അറിയുന്ന വേളയിൽ ഇതളൂർന്നു വീഴുന്നു നിൻ പുഞ്ചിരി. അമ്മാ, അമ്മാവാ, അമ്മാവാ. ആ, നേരം വെളുത്തോ? ഞാൻ പുലരാൻ നേരത്തെ ഒന്ന് മയങ്ങിയത്. ആ, അമ്മാവൻ ഇവിടെ ഇരുന്ന് നേരം വെളുപ്പിക്കേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. ശബരീന്ദ്രയും പോകുമ്പോ
അങ്ങോട്ട് ചെല്ലാൻ എത്ര നിർബന്ധിച്ചതാ? ഇവിടെ ഞാനും അനു അമ്പിളിയൊക്കെ ഇല്ലേ? എനിക്കിവിടുന്ന് പോവാൻ മനസ്സ് വരണ്ടേ രഘു. ഇവിടെ ഇരുന്ന ഒന്ന് മയങ്ങെങ്കിലും ചെയ്യാം. വേറെ എവിടെയെങ്കിലും പോയി താമസിച്ച ഒരു പോളെ കണ്ണടയ്ക്കാൻ പറ്റില്ല എനിക്ക്. അപ്പൊ ഇനിയുള്ള ദിവസങ്ങളിൽ മതി. ഇവിടെ ഇരുന്ന് വല്ല അസുഖങ്ങൾ വരുത്തി വെക്കാനാണ് അമ്മാവന്റെ തീരുമാനം. അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ ഹോസ്പിറ്റലിൽ ഒരു മുറി അങ്ങ് ബുക്ക് ചെയ്യാം. മഞ്ചാടിമൾക്ക് ഇനിയും കുറെ ദിവസം ഇവിടെ തന്നെ കിടക്കേണ്ടി വരുമെന്നാണോ നീ പറയുന്നത്? അവൾക്കിനി നല്ല റെസ്റ്റ് വേണമെന്നല്ലേ ഉള്ളൂ. ഞാൻ വിചാരിച്ചത് ഇന്ന് ഡോക്ടറുമായിട്ട് സംസാരിച്ച് പറ്റുമെങ്കിൽ ഡിസ്ചാർജ് വാങ്ങിച്ച് നാട്ടിലേക്ക് തന്നെ പോവാന്ന്. അല്ല, ഇപ്പൊ നാട്ടിലേക്ക് പോയാ സ്റ്റിച്ച് എടുക്കാനും മറ്റും ഇങ്ങോട്ടേക്ക് തിരിച്ചു വരണ്ടേ അമ്മാവ? അതുവരെ നമുക്ക് മഞ്ചാടിക്കും ശബരിയുടെ വീട്ടിൽ താമസിച്ചാലോ? വേണ്ട രഘു, അത് ശരിയാവില്ല. വിനയൻ ഈ ഹോസ്പിറ്റലിൽ തന്നെ ഉള്ളതുകൊണ്ടാ ഇവിടെ നമുക്ക് വേഗം പോകണമെന്ന് ഞാൻ പറയുന്നത്.